ഹരേ കൃഷ്ണ. ഗോകർണ ചരിതമെന്ന മഹാഭാഗവത കഥ നമ്മൾ തുടരുകയാണ്. തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ആത്മദേവൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം സദാ ഈശ്വര ഭക്തിയിലും സൽക്കർമ്മങ്ങളിലും ഒഴുകി ജീവിതം കഴിച്ചു വന്നു. തന്റെ ഭാര്യ തന്നെ പറ്റിക്കുകയായിരുന്നുവെന്ന് ഒരിക്കലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പ്രസവശേഷം തന്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ലെന്നും തന്റെ അനുജത്തിയുടെ കുഞ്ഞ് മരിച്ചുപോയതിനാൽ അവൾക്ക് പക്ഷേ പാല് വരുന്നുണ്ടെന്നും അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ ആ പാല് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാമെന്നും അവൾ ആത്മദേവനോട് പറഞ്ഞു. അതിൻ പ്രകാരം ആത്മദേവൻ അനുജത്തിയെയും ഭർത്താവിനെയും സ്വകുടുംബത്തിലേക്ക് ക്ഷണിച്ചു. ദുന്ദുലിയുടെ ആഗ്രഹമെല്ലാം അങ്ങനെ സഫലമായി. അവൾ ഗർഭം ധരിച്ചുമില്ല. അവൾക്കൊരു കുഞ്ഞുമുണ്ടായി. അവളുടെ അനുജത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടുമില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ പശു ഒരു അത്ഭുത ശിശുവിന് ജന്മം നൽകി. ആ അത്ഭുത സിദ്ധിയുള്ള മാമ്പഴത്തിന്റെ ഫലമായിരുന്നു അത്. ഒരു ദേവകുമാരനെ പോലെ ശോഭിക്കുന്ന സ്വർണവർണ്ണമയത്തോടു കൂടിയ ഒരു കുഞ്ഞ്. ആത്മദേവന്റെ വീട്ടിലെ പശു ഒരു ദേവകുമാരന് ജന്മം നൽകിയെന്ന് എല്ലാവരും അറിഞ്ഞ് ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി വന്നു. 2 പുത്രന്മാർക്കും ആത്മദേവൻ നാമകരണം ചെയ്തു. ദുന്ദുലിയുടെ പുത്രൻ എന്ന പേരിൽ ദുന്ദുകാരി എന്നും, പശുവിന്റെ പുത്രന് ഗോവിന്റെ ചെവിയുള്ളതിനാൽ നീണ്ട ചെവിയുള്ളതിനാൽ അവന് ഗോകർണൻ എന്നും നാമകരണം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.